ഹായ് വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. മഴക്കാലമായാലും വർക്കിന് ഒരു തരത്തിലുള്ള സ്റ്റോപ്പിങ്ങും ഇല്ല. നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കോഴിക്കോട് റൂട്ടിൽ. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ ഒരു മാസത്തിൻ്റെ ഇടവേളയിലായിട്ടുണ്ടായ മാറ്റങ്ങൾ വീണ്ടും നമ്മൾ നമ്മളെ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും തൊണ്ടയാട് ബൈപ്പാസിലെടുക്കിയതിന് നല്ല മഴയാണ്, മോശമില്ലാത്ത മഴയാണ് കോഴിക്കോടൊക്കെ കിട്ടുന്നത്. വർക്ക് വേഗതയിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ വർക്ക് നടന്ന സ്ഥലത്ത് അത്യാവശ്യം ഈ സർവീസ് റോഡിലൊക്കെ വലിയ രീതിയിലുള്ള കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണും, ഒരു കുഴി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കുഴിയല്ല. വലിയ രീതിയിൽ വാഹനങ്ങൾക്ക് കേടുപാട് വരുന്ന രീതിയിലുള്ള കുഴികളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിപ്പോൾ മഴ പെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്ട് ഒരു ഒന്നൊന്നര കുഴിയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം മുന്നിലത്തെ ടിയാഗോ ഇറങ്ങുമ്പം യോഗോൻ്റെ അടി അടിച്ച് അതേപോലെ തന്നെ എൻ്റെ വണ്ടിയുടെ അടിയും അടിച്ചിട്ടുണ്ട്. നല്ല ഒരു ആഴമുള്ളൊരു കുഴിയാണ്. എന്താ ചെയ്യുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മഴയാണ്, മഴക്ക് പിന്നെ മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥ അതാണ്. ഈ ഹൈവേൻ്റെ മെയിൻ റോഡുകളിൽ പുതുതായിട്ടുണ്ടാക്കിയത് എവിടെയും ഒരു കുഴപ്പമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ല. നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള യാത്രയും നടക്കുന്നുണ്ട്. പിന്നെ മഴയത്തുള്ള യാത്രയിൽ കുറച്ച് ശ്രദ്ധിക്കുക. ഓട്ടത്തിൽ സ്പീഡ് കുറച്ച് കുറയ്ക്കുക. കാരണം നമ്മൾ ഈ വാട്ടർ ഫ്രിക്ഷൻ കൊണ്ട് ചിലപ്പോൾ വണ്ടി തെന്നി മാറാനും മറ്റുമൊക്കെ സാധ്യതയുണ്ട്. നല്ല റോഡാകുമ്പോൾ എല്ലാവരും, ഞാനായാലും നല്ല സ്പീഡിൽ ഓടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മാക്സിമം നമ്മൾ കുറയ്ക്കാം. ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് പാലത്തിൻ്റെ വർക്കോട് കൂടി തന്നെ ഓപ്പണാക്കി കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു തൊണ്ടയാട് ബൈപ്പാസിന് അതേ ലെവലിൽ തന്നെ തൊണ്ടയാട് ബൈപ്പാസ് അല്ല, തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ അതേ ലെവലിൽ തന്നെ മറ്റൊരു ഫ്ലൈ ഓവർ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് തീരുന്നതോടുകൂടി ഈ ഒരു ഭാഗത്തുള്ളത്, അതായത് കുറേയേറെ ഭാഗങ്ങളിൽ ഓപ്പണാക്കി കൊടുക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും, ടു സൈഡിലേക്ക് കൂടിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-10 കിലോമീറ്ററോളം തന്നെ നല്ല രീതിയിൽ വർക്ക് തീർന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ഏതൊരു പ്രേക്ഷകൻ ഇപ്പോൾ കടന്നുപോയ ജംഗ്ഷനിൽ നമുക്ക് സിഗ്നൽ അല്ല, വേറെന്തോ സിസ്റ്റമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ സിഗ്നൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പം വെറും ഈ ഒരു സർവീസ് റോഡ് മാത്രം എന്നുള്ള രീതിയിലേക്ക് മാറ്റുമോ എന്നറിയില്ല. എന്തായാലും അവിടെ സിഗ്നൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ബൈപ്പാസ്, ഈ ഒരു ഹൈവേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഈ ഒരു മേഖലയിൽ തന്നെ, നമ്മളെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ 3 വരി പാത, അതായത് 6 വരി പാതയും പ്ലസ് 8 വരി സർവീസ് റോഡ് അടക്കം 8 വരിയുള്ള ഒരു റോഡ് ഇത്രയും നീളത്തിൽ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. അത് എല്ലായിടത്തും സമ്മതിക്കേണ്ടി വരും. കാരണം നീളത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. നീളം ഇതിൽ കൂടുതലുള്ള നീളത്തിൽ 3 വരി ഉള്ളത് വളരെ റെയറാണ് ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ.
കോഴിക്കോട് ബൈപ്പാസ് മേഖലയിലുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനിൽ ഇവിടെ മാത്രമാണ് ചെറിയ രീതിയിലുള്ളൊരു കഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കഞ്ചക്ഷനാണ്. മറ്റ് ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും നല്ല ഓപ്പണായി തന്നെ റോഡ് പോകും. മഴയായതുകൊണ്ട് നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് യാത്ര ചെയ്യാനും. അതേപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ ഒരു പച്ചപ്പ് കൂടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഇത് മഴക്കാലത്തുള്ള യാത്ര, പൊതുവെ കാർ യാത്ര എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഫോറക്സ് ട്രേഡിങ്ങിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്, ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഉണ്ട്. ദുബായിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് നാട്ടിലും ഇതിൻ്റെ ഒരു സർവീസ് നമ്മൾ തരുന്നതാണ്. ബൈപ്പാസ് എനിക്ക് തോന്നുന്നു ഒരു 10-70% വർക്ക് തീർന്നിട്ടുണ്ട്. വളരെ ചുരുക്കം ചില പാലങ്ങളും അതേപോലെ തന്നെ പാലത്തോടനുബന്ധിച്ചിട്ടുള്ള ഭാഗത്തുള്ള റോഡുകളും മാത്രമേ വർക്ക് ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ വേ ലെവലിൽ എല്ലാ സ്ഥലത്തും ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് രണ്ട് ഭാഗത്തും 3 വരി എന്നുള്ള രീതിയിൽ കുറച്ച് ഭാഗങ്ങളിൽ ഒഴിവുണ്ടെങ്കിലും കൂടുതൽ ഭാഗങ്ങളിലും തുറന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ തന്നെയുള്ളൊരു മാറ്റം നമുക്ക് പ്രകടമായി തന്നെ ഉണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥകളിൽ. ഇപ്പം തുടരെയുള്ള അടുത്തടുത്ത മാസങ്ങളിൽ ഇതിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ. മഴ പെയ്തു കഴിഞ്ഞാൽ സ്വതവേ നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ തകർന്നു പോകാറുണ്ട്. കാരണം വെച്ചാൽ ഡ്രെയിനേജ് എന്നുള്ള സിസ്റ്റത്തിനുപരിയായിട്ട് നമുക്ക് കൂടുതലും വെള്ളം നിന്നിട്ടും വെള്ളം ശക്തിയായിട്ട് മറിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും ഈ റോഡ് പൊട്ടിപ്പോവുക. പക്ഷേ ഈ ഒരു റോഡ് വരുന്നതോടുകൂടി ഇതിലേക്ക് കൂടുതൽ ഇങ്ങനെ മരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് കൂടുതൽ കാലം ഈട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത്രയും മഴ പെയ്തിട്ട് പുറത്തൊക്കെ റോഡുകളൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ റോഡ് ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും സ്റ്റിൽ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ തന്നെ ഈ ഒരു ഭാഗമാണ് അത്യാവശ്യം വർക്ക് തീരാത്ത രീതിയിൽ നിൽക്കുന്നുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ മണ്ണിൻ്റെ ലഭ്യത കുറവിൻ്റെ പ്രശ്നം ഉണ്ടാവാം, അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ മൊത്തമായി നമ്മളെ ഈ ഒരു ഹൈവേയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഹൈവേ തന്നെയുള്ള ഒരു ഓവർപാസ് ആണിത്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും കൂടി ഒരു പാലത്തിൻ്റെ ബാക്കി ഭാഗം വരാനുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു രസമുണ്ട്. നമ്മൾ യാത്രയിൽ ഇങ്ങനെയൊക്കെയുള്ള വഴികൾ നമ്മളെ നാട്ടിലൊക്കെ വളരെ റെയറാണ്. ഇപ്പോൾ വന്ന് വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസിലും ഇതേപോലെ തന്നെയുള്ളൊരു റോഡ് സിസ്റ്റം ഉണ്ട് വള്ളൂർ ഭാഗത്ത്. ഒക്കെ നല്ല കാഴ്ചകളാണ്, പുതിയ കാഴ്ചകളാണ് നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. മഴയായാലും വെയിലായാലും നമുക്ക് നല്ല രീതിയിലൊരു യാത്ര പ്രദാനം ചെയ്യുന്ന ഒരു റോഡായി മാറും ഇത് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ വാഹനത്തിൻ്റെ ആ പെരുപ്പം നമുക്ക് ഇനി മുതൽ ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ കാരണം ഈ ലോക്കൽ റോഡും മെയിൻ റോഡും ആയിട്ട് ഇതിനെ വിഭജിച്ച് മെയിൻ റോഡിലൂടെ ദൂരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതേപോലെ തന്നെ മറ്റ് ചെറിയ റൂട്ടിലൂടേണ്ട വാഹനങ്ങൾ ചെറു റൂട്ടിലും ഓടി എന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ടാവുക. നല്ല മഴയാണ്. മഴയത്തുള്ളൊരു യാത്ര എനിക്ക് ഭയങ്കര പ്രത്യേക ഫീലുള്ള ഒരാളാണ് മഴയത്തുള്ള യാത്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ പുതിയ വീഡിയോ ആണ്, എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ എഴുതുക. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം എഴുതുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു. Find your way back home.